ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ട് ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ ഉള്ളി ഒരു 300 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഈ ചുവന്നുള്ളി ഇതിലേക്ക് ഇടാം കേട്ടോ. ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മാളിക്കാം നല്ലപോലെ ഒന്ന് ചുവന്ന് വരും കേട്ടോ. ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പൊടികളൊന്നും ഒരു ആവശ്യമില്ല. ഉപ്പിൻ്റെ പൊടി മാത്രം മതി, അല്ലാതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം അത് നല്ലപോലെ മാളിയതിന് ശേഷമാണ് നമ്മളിതാ ചതച്ച മുളക് നമ്മളിതിലേക്ക് ഇടുന്നുണ്ട്. അതൊരു 3/4 കപ്പ് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അത് മാത്രം കേട്ടോ നമ്മളിടുന്ന, വേറൊരു വസ്തുവും ഇതിലേക്ക് നമ്മൾ ഇടുന്നില്ല. ഇത് 2 ചേരുവ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നല്ലപോലെ രണ്ടും വഴറ്റിയതിന് ശേഷം നമ്മളിത് നല്ലപോലെ ക്ലീനാക്കിയ ബീഫും ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രൂപത്തിലെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഈ ഭാഗത്തിനൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ ഉപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടിയിടുകയാണ് കേട്ടോ. മൂടിയിട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 5 വിസിൽ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ നല്ല പോലെ ബീഫ് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിലത്തെ ഇത്രയും വെള്ളം കണ്ടില്ലേ, ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ അത്. അല്ലാണ്ട് എക്സ്ട്രാ ഞാൻ വെള്ളമൊന്നും ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ശേഷം അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ 4 വിസിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു വേവ് കുറവുണ്ടിട്ട് ഒരു വിസിലും കൂടി ഇടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒരു പണിയും ഇതിലേക്കില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഇതെന്തായാലും ട്രൈ ചെയ്തൊക്കെ. വീട്ടിലൊക്കെ പോകുന്നെങ്കിൽ ബീഫ് ഉണ്ടാവും, ബീഫൊന്നും തീർന്നിട്ടുണ്ടാവില്ലായിരിക്കും കേട്ടോ. പെരുന്നാളിന് കിട്ടിയ ബീഫൊന്നും തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രം എടുക്കുക. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാനാണ് വേറെ പാത്രത്തിലിടുക. അപ്പോൾ കൂടുതലായിട്ടുള്ള വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ലപോലെ റോസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നത്. പാത്രത്തിലാക്കിയിട്ട് തുറന്നിട്ടിട്ട് ആ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കുക കേട്ടോ. മൂടിയിട്ടിട്ട് ഒന്നും കൂടി വെള്ളത്തിലേക്ക് വരും. അപ്പോൾ തുറന്നിട്ട് കൊണ്ടിട്ട് നിങ്ങളൊന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതിലൊന്നും ഇട്ടിട്ടില്ല. ഈ ചെറിയുള്ളും ഈ ചതച്ച മുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് മല്ലിച്ചപ്പായിട്ട് ഇട്ടിട്ടുള്ളത്. വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് റോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ബീഫ് റോസ്റ്റ് കേട്ടോ. ഒന്നുമില്ലാത്തത്, ഒരു പൊടികളും ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബീഫ് റോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തൊക്കെ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലൊരു പുതിയ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.